ഹായ്, ഹാപ്പി ലൈഫ് ഹാപ്പി മിറാക്കിൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ സ്വാഗതം. ഇനി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് തമ്പനയിൽ കണ്ടതുപോലെ തന്നെ പേപ്പർ ബേണിംഗ് ടെക്നിക്കിനെ കുറിച്ചാണ്. ഒരുവിധം ആളുകൾക്കൊക്കെ ഈ ടെക്നിക്ക് അറിയാം, പക്ഷേ അറിയാത്തവരും ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഇത് ഷെയർ ചെയ്യുന്നത്. ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ഏതൊരു വ്യക്തി അറിഞ്ഞിരിക്കേണ്ട ഒരു ടെക്നിക്കാണിത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നവരായിരിക്കാം, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നവരായിരിക്കാം, എഫർമേഷൻ പറയുന്നവരായിരിക്കാം, നമുക്ക് പല പല ഗോളുകളുണ്ടാവും, പല പല ആഗ്രഹങ്ങളെല്ലാം നേടുവാൻ വേണ്ടി നമ്മളിങ്ങനെ വ്യഗ്രതയോടെ പല പ്രാക്ടീസുകളും ചെയ്യുന്നവരായിരിക്കും. പക്ഷേ ഈ ഒരു ടെക്നിക്കിലൂടെ അല്ലാതെ നമുക്ക് ഈ ആഗ്രഹങ്ങളൊന്നും നേടാൻ സാധിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ഉണ്ട്. പേപ്പർ ബേണിംഗ് ടെക്നിക്ക് എന്നതിൻ്റെ ഒരു മലയാളം എന്ന് പറയുന്നത് പേപ്പർ കത്തിക്കുക, അല്ലേ? എന്ത് പേപ്പർ കത്തിക്കുക? നമ്മൾ ഇന്നേ വരെ, നമ്മുടെ കുട്ടിക്കാലം മുതൽ ഇന്നേ വരെ നമ്മൾ അനുഭവിച്ചിട്ടുള്ള വേദനകളും വിഷമതകളും അതായത് ശാരീരികമായും മാനസികമായൊക്കെ ആയിട്ട് മുറിവുകളെല്ലാം നമ്മുടെ മനസ്സിലൂടെ നമ്മൾ ഓരോ ദിവസവും കടത്തിവിട്ട് ആ ചിന്തയിലൂടെ ആയിരിക്കും ജീവിച്ചു പോകുന്നുണ്ടാവുക. നല്ല എന്നാലും ഹാപ്പിനെസ് ലൈഫിൽ ഉണ്ടായിട്ടൊക്കെ ഉണ്ടാവും. പക്ഷേ എന്തെങ്കിലും ഒരു മൂഡ് ഓഫുള്ള സിറ്റുവേഷൻസിലൊക്കെ പരാജയമൊക്കെ നേരിടുന്ന സമയത്ത് ഈ ചിന്തകളിലൂടെ നമ്മൾ കടന്നു പോകും പലപ്പോഴും. അപ്പോൾ നമുക്ക് തോന്നും നമ്മൾ ഈ ഭൂമിക്ക് തന്നെ ഭാരമാണ്, എന്തിനാണ് ജീവിക്കുന്നത്, ഇങ്ങനെയുള്ള ചിന്താഗതികൾ പലരും കൊണ്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ ഒരു വേദനകളും വിഷമതകളും മറ്റുള്ളവരിൽ നിന്നേറ്റ മുറിവുകളും നമ്മൾ തന്നെ സൃഷ്ടിച്ചതായ ചില പ്രശ്നങ്ങളും കാര്യങ്ങളെല്ലാം നമ്മുടെ ഹൃദയത്തിനെ ഇങ്ങനെ നുറുങ്ങിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒരു മോചനം നേടാൻ ഈ ഒരു ടെക്നിക്ക് ഏറെ സഹായിക്കും. ഈ ഒരു ടാസ്ക് ചെയ്ത് കഴിഞ്ഞ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പിന്നെ ലൈഫിലൊക്കെ ഈസിയായി കൊണ്ടുപോകാൻ കഴിയും. അതായത് ഈ ഒരു ടെക്നിക്ക് ചെയ്യുന്നതിന് ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഉള്ളിലുള്ള വിഷമതകളെല്ലാം നമ്മുടെ മനസ്സിനെ നാം പറഞ്ഞ് പഠിപ്പിക്കുക. അതായത് ഇതിനെല്ലാം ഞാൻ മോചിതനാവുകയാണ്, ഇതൊന്നും ഇനി എന്നെ വേട്ടയാടുകയില്ല, ഇതിൽ നിന്നൊക്കെ ഞാൻ കര കയറിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ കര കയറുകയാണ് എന്ന് നമ്മുടെ മനസ്സിനെ ബോധിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു ടെക്നിക്കാണിത്. അല്ലെങ്കിൽ വീണ്ടും നമ്മുടെ മൈൻഡ് ഇതിങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഒരു ദിവസം 40,000 മുതൽ 80,000 ചിന്തകൾ വരെ നമ്മുടെ ഉള്ളിലൂടെ നമുക്ക് കടത്തി വിടുന്നുണ്ട്. അതിൽ പോസിറ്റീവ് ഏതാണ് നെഗറ്റീവ് ഏതാണെന്നൊന്നും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയില്ല. പലപ്പോഴും നെഗറ്റീവ് കാര്യങ്ങളാണ് കൂടുതൽ ബ്രെയിനെ ഓർമ്മിപ്പിക്കുക. എന്നാലും അവരങ്ങനെ ചെയ്തല്ലോ, ഇവരിങ്ങനെ ചെയ്തല്ലോ, എനിക്ക് അങ്ങനെ അന്ന് പെരുമാറേണ്ടി വന്നു. ചിലപ്പോൾ നമ്മളെ തന്നെ കുറ്റപ്പെടുത്തുന്ന അവസരങ്ങളുണ്ടാവും. നമ്മുടെ ഉള്ളിൽ കാണുന്നത് നമ്മൾ മാത്രമാണ്, അല്ലേ? നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരൻ, എല്ലാവരുടെ ഉള്ളിൽ ഈശ്വരനുണ്ട്, അല്ലേ? അപ്പോൾ വേറൊരാൾ വിചാരിക്കുന്നത് പോലെയല്ല ഓരോരുത്തരും. അപ്പോൾ നമ്മളൊരാളെ പറ്റി ചിന്തിക്കുക, അയാൾ അങ്ങനെയാണ്. പക്ഷെ അവരുടെ ഉള്ളിൽ എന്താണുള്ള സത്യം അവർക്കേ അറിയുള്ളൂ. നമ്മൾ ചിന്തിക്കുന്നത് മാതിരി ആയിരിക്കില്ല. എന്താണ് ഈ പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറയുന്നത്? ഒരാളുടെ പോസിറ്റീവ് മറ്റൊരാൾക്ക് നെഗറ്റീവ്, മറ്റൊരാളുടെ നെഗറ്റീവ് വേറൊരാൾക്ക് പോസിറ്റീവ് ആവുന്നു. ഇതാണ് പോസിറ്റീവ് നെഗറ്റീവ്. അപ്പം ചിന്തകൾക്കാണ് അവിടെ പ്രാധാന്യം. അതുകൊണ്ടാണ് എപ്പോഴും നല്ല നല്ല ചിന്തകൾ മാത്രം മനസ്സിലേക്ക് കടത്തിവിടണമെന്ന് പറയുന്നത്. എപ്പോഴും പരാജയം ഏൽക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച്, എന്ത് തൊട്ടാലും പരാജയം ഏൽക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് എന്താണ് ഉണ്ടാവുക? അവർക്ക് വീണ്ടും ഇൻസ്പിറേഷൻ കിട്ടുമോ ചെയ്യാൻ? ഇല്ല. വീണ്ടും അവർ മൈൻഡ് ഇങ്ങനെ ഓർമ്മിപ്പിക്കും, നീ ഇങ്ങനെയൊക്കെയാണ്, ഒരു മാറ്റമൊന്നും ഉണ്ടാവില്ല, വലിയൊരു മെച്ചമൊന്നും നടക്കും, നീ ഇങ്ങനെയൊക്കെയാണ് എന്നിങ്ങനെ മനസ്സ് ഓർമ്മിപ്പിക്കുമ്പോൾ അതല്ല, ഞാൻ അങ്ങനെയല്ല, ഞാൻ ജയിക്കേണ്ട ആളാണല്ലേ, ഞാൻ എല്ലാവരുടെ മുന്നിലും ജയിച്ച് കാണിക്കുന്ന ഒരാളാണ്, എനിക്ക് ജയമുണ്ട് എന്ന് നമ്മളെ തന്നെ ബോധിപ്പിച്ച് കൊണ്ടുവരാൻ കുറച്ചൊരു ടൈം എടുക്കും. അപ്പം LOA പ്രാക്ടീസ് ചെയ്യുന്നൊരു വ്യക്തിയെ സംബന്ധിച്ച് ഇതൊക്കെ ഈസി ആയിട്ട് നടത്താൻ സഹായിക്കുമെന്നതാണ്. അതിനുള്ള ആദ്യ സ്റ്റെപ്പാണ് പേപ്പർ ബേണിംഗ് ടെക്നിക്ക്, പേപ്പർ കത്തിക്കൽ ടെക്നിക്ക്. അതായത് നമ്മുടെ കുട്ടിക്കാലം മുതൽ നമ്മുടെ മനസ്സിലേറ്റ മുറിവുകൾ, നമ്മളെ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ സ്കൂളിൽ പോകുന്ന കാലഘട്ടത്തിൽ അധ്യാപകർ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു വിഷമം, അല്ലെങ്കിൽ സഹപാഠികൾ എന്തെങ്കിലും പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു നീറ്റൽ, മുതിർന്നപ്പോൾ കോളേജിൽ പോയ സമയത്ത് അവിടുന്ന് എന്തെങ്കിലും, ഇപ്പം നമ്മളാൽ എന്തെങ്കിലും ആർക്കെങ്കിലും മുറിവ് വന്നിട്ടുണ്ടെങ്കിൽ അത്, അങ്ങനെ കുടുംബങ്ങളിൽ നിന്നും എവിടെ നിന്നും നിങ്ങൾക്കേറ്റ മുറിവുകളെല്ലാം നിങ്ങളൊരു ദിവസം എടുത്തിട്ട് തന്നെ നിങ്ങളൊരു വെള്ള പേപ്പറിൽ നിങ്ങളുടെ ആ സങ്കടങ്ങൾ മുഴുവൻ എഴുതുക. പക്ഷെ നിങ്ങൾക്ക് ചിലപ്പോൾ കണ്ണുനീര് വരട്ടെ, കണ്ണീര് വരണമല്ലോ, കാരണം നമ്മുടെ വേദനകൾ നമ്മൾ പേപ്പറിലേക്ക് എഴുതുകയാണ്.
അപ്പോൾ എന്ത് ചെയ്യും? അത് ബ്രെയിൻ ഓർമ്മിപ്പിക്കുമ്പോൾ കണ്ണ് നീര് വരും. പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മളത് ഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു ചിന്തയിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. പാസ്റ്റിലേക്ക് നമ്മൾ മടങ്ങി പോകുമ്പോൾ നമുക്കന്ന് എന്നെ വേദനിപ്പിച്ചല്ലോ എങ്കിലും എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ എഴുതുന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് കരയട്ടെ, നോ പ്രോബ്ലം. പക്ഷേ ആ പേപ്പറിൽ നിങ്ങൾ എഴുതുക. ചിലപ്പോൾ ഒരു പേപ്പറൊന്നും ആയിരിക്കില്ല, ഒരു 5-10 പേപ്പർ ഉണ്ടാവും ചിലർക്ക് ഓർമ്മ ഉണ്ടാവില്ല. ഓർമ്മ വരുമ്പോഴൊക്കെ ഈ ഒരു ടെക്നിക്ക് ചെയ്യാവുന്നതാണ്. എന്നിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആ പേപ്പർ കയ്യിലെടുത്ത് പിടിച്ച് അതൊരു കറുത്ത പുകയായിട്ട് മാറുന്നത് പോലെ ഒന്ന് സങ്കല്പിക്കുക, കണ്ണടച്ചുകൊണ്ട്. ആ പേപ്പറിന് ഒരു വാല്യൂ ഇല്ല, ഒരു കറുത്ത പുകയായി. എന്നിട്ട് കൈകൊണ്ട് അത് കറുത്ത പുക എന്ന് മീൻസ് അതൊരു കറുത്ത കളറായി എന്നാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഓക്കെ, അതിനുള്ള നമുക്ക് പുകയൊക്കെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, ബ്ലാക്ക് കളറ്, അങ്ങനെ ചിന്തിക്കുക. എന്നിട്ട് അത് നല്ലോണം എന്താ പറയുക ചുളിച്ച് കയ്യിലിങ്ങനെ മടക്കി പിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒരു തീപ്പെട്ടി എടുക്കുക, പുറത്ത് കൊണ്ടുപോയി, നിങ്ങൾ അകത്തുനിന്നാണ് ഇത് എഴുതിയെങ്കിൽ മുറ്റത്ത് കൊണ്ടുപോയി കത്തിക്കുക. ആ പേപ്പർ നിർത്തിപ്പിടിച്ച ശേഷം നിങ്ങളത് കത്തിക്കുക. കത്തിച്ച് കഴിയുന്നത് വരെ നിങ്ങളത് കാണണം, അതായത് അവിടെ നിൽക്കണം. അല്ലാതെ പകുതി അവിടെ ഇട്ടിട്ട് പോകരുത്. ഒരിക്കലും ഇതൊരാൾ വായിക്കാൻ ഇടവരരുത്. കാരണം നിങ്ങളുടെ വിഷമങ്ങളാണ് നിങ്ങൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അറിയാതെ അത് അവിടെ എവിടെയും വെച്ച് പോയി കഴിഞ്ഞാൽ അത് വലിയ കലഹത്തിനിടയാക്കും ചിലപ്പോൾ. അപ്പം അത് കത്തിക്കലാണ് ഇതിൻ്റെ മെയിൻ പരിപാടി. കത്തിക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ബ്രെയിൻ അത് മനസ്സിലാക്കണം. യെസ്, അത് കത്തിച്ച് കളഞ്ഞു, അതായത് ഇനി എൻ്റെ ഉള്ളിൽ ആ ഒരു ചിന്തയില്ല, അങ്ങനെയുള്ള വേദനകൾ ഞാൻ പൂർണ്ണമായി ഇല്ലാതാക്കി കളഞ്ഞു, ക്ലീൻ. ഇങ്ങനെ നമ്മളും നമ്മുടെ മനസ്സിനെ പറഞ്ഞ് പറ്റിക്കലാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കത്തി തീരുന്നത് വരെ ആ പേപ്പറിലേക്ക് നോക്കിയിരിക്കുക. നിങ്ങൾക്ക് എപ്പോഴൊക്കെ ഇങ്ങനെ ചിലപ്പം എഴുതാൻ വിട്ടുപോയ കാര്യങ്ങളുണ്ട്, അപ്പോഴും പേപ്പർ എടുത്ത് വെച്ച് എഴുതുക. ഇതൊരു ശീലമാക്കണ്ട, പക്ഷേ കുറേ വിഷമങ്ങൾ ഇപ്പോൾ മറന്നുപോയ വിഷമതകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതെല്ലാം ആ സമയത്തൊന്ന് ഓർത്തെടുത്ത് എഴുതുക, കത്തിക്കുക. പിന്നെ അത് ഓർക്കാൻ നിങ്ങൾക്ക് അങ്ങനെ അങ്ങോട്ട് ബ്രെയിൻ അങ്ങനെ അനുവാദം തരില്ല. ഓക്കെ, അത് മനസ്സങ്ങനെ അനുവദിക്കില്ല, ഓർമ്മിപ്പിക്കില്ല. അപ്പോൾ നിങ്ങൾ ഫ്രീ ആയി. ഇതാണ് പേപ്പർ ബേണിങ് ടെക്നിക്ക് എന്ന് പറയുന്നത്. പിന്നെ അങ്ങോട്ട് നമ്മൾ പറയുന്ന പോലെ പിന്നെ നമ്മൾ പുറത്തു കഴിഞ്ഞു, മാപ്പ് കൊടുത്തു കഴിഞ്ഞു, കത്തിച്ചു കളഞ്ഞു എല്ലാ വേദനകളും. കാരണം നമ്മെ വേദനിപ്പിച്ച വ്യക്തികളുടെ പേരൊക്കെ നമ്മൾ അതിൽ എഴുതും. നമ്മളാരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമ്മളെഴുതി കത്തിക്കുകയാണ്. അങ്ങനെ ഒരു സംഭവമേ നമ്മുടെ ജീവിതത്തിലില്ല എന്നുള്ള രീതിയിൽ മനസ്സിന് പറഞ്ഞ് നമ്മൾ പഠിപ്പിച്ചിട്ട് വേണം അത് എഴുതാൻ. അത് എഴുതുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ കണ്ണിന്ന് കണ്ണുനീര് വരും. കത്തിച്ച് കഴിയുന്നത് വരെ നോക്കി നിൽക്കണം, അതാണ് അതിൻ്റെ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് അത് കത്തിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ആശ്വാസം ഫീൽ ചെയ്യും. പിന്നെ അത് ഓർക്കരുത്. പിന്നെ അത് മനസ്സിലേക്ക് വരികയാണെങ്കിൽ ക്യാൻസൽ എന്ന് പറയാം. അത് ആലോചിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? എൻ്റെ ജീവിതത്തിൽ തകർക്കാൻ വരുന്ന ആ ഒരു ചിന്തകൾ ഇനി മുതൽ ഞാൻ ആലോചിക്കുകയില്ല, അത് പോയി. അതെപ്പോഴും പറയുക. ആരുടെ നിന്നാണോ ഈ ചിന്ത വരുന്നത് അവരിലേക്ക് തന്നെ മടങ്ങിപ്പോട്ടെ എന്നിങ്ങനെ പറയുക. ആരുടെ നിന്നാണോ ഈ ചിന്ത എന്നിലേക്ക് വരുന്നത് അവരിലേക്ക് തന്നെ മടങ്ങിപ്പോട്ടെ ഇങ്ങനെ പറയുക. ഓക്കെ, ചിന്ത വരുന്ന സമയത്ത് അപ്പോൾ കുറച്ച് നേരം, അതൊരു 10-20 അല്ലെങ്കിൽ 30-40 ഇത്ര സമയം വേണമെങ്കിൽ നമുക്കിത് ഇങ്ങനെ പ്രാവശ്യം നമുക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ആരുടെ നിന്നാണോ ആ ചിന്ത വരുന്നത് അവരിലേക്ക് തന്നെ മടങ്ങി ചെല്ലട്ടെ. ഞാൻ സ്വതന്ത്രയായിരിക്കുകയാണ്, ഞാൻ ഹാപ്പിയാണ് എപ്പോഴും പറയുക. എന്നിട്ട് നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് പോവുക. നമ്മൾ പതിവ് പോലെ തന്നെ നമ്മുടെ പ്രാക്ടീസിലേക്ക് തന്നെ പോവുക. അതായത് എപ്പോഴും ജീവിതത്തിൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം നന്ദിയോടെ ഇരിക്കുക എന്നുള്ളത് തന്നെയാണ്. നന്ദി ജീവിതത്തിന് മഹത്തരമാക്കും, എന്തിനും ഇതിനും. ഇപ്പം നല്ല ഉഷ്ണമാണല്ലേ, നല്ല ഉഷ്ണമാണ്. വാസ്തവം റിയാലിറ്റി എന്താണ്? നല്ല ചൂടാണ്. പുറത്തേക്ക് ഇന്ന് ഇറങ്ങാൻ തിങ്കളാഴ്ച വരെ പുറത്തേക്ക് ഇറങ്ങരുതെന്നൊക്കെ പത്രങ്ങളിലൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ എന്താണ് പലപ്പോഴും പറയാറുള്ളത്? എന്ത് ചൂടാണ്, അയ്യോ ഭയങ്കര ചൂട്, ഇന്ന് ഭയങ്കര ചൂടാണല്ലോ എന്നിങ്ങനെ നമ്മൾ സംസാരിക്കാറുണ്ട്. അതിന് പകരം താങ്ക് യു യൂണിവേഴ്സ്, ഈ ചൂട് നല്ല ചൂട്, എന്നാലും കുഴപ്പമില്ല, ഒരു കാറ്റൊക്കെ കിട്ടുന്നില്ലേ, എനിക്ക് ഫാനിൻ്റെ ചുവട്ടിലിങ്ങനെ ഇരിക്കാൻ പറ്റുന്നില്ലേ, താങ്ക് യു. അങ്ങനെ നിങ്ങൾ പറഞ്ഞു നോക്കൂ, മഴ പെയ്യും. ഇത് വെറുതെ പറയുന്നൊന്നുമല്ല കേട്ടോ, അത്രയ്ക്ക് ബ്ലെസ്സഡാണ്. അതായത് അത്രയ്ക്ക് ബ്ലെസ്സഡാണ് ഓരോ മനുഷ്യർ. നമ്മൾ എന്ത് ചോദിച്ചാലും പ്രപഞ്ചം നമുക്ക് തരും. പക്ഷേ എന്തുകൊണ്ട് അത് വേഗത്തിൽ നമ്മുടെ കയ്യിലേക്ക് എത്തുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നാം സൃഷ്ടിക്കുന്ന ബ്ലോക്കാണ്. ഇപ്പോൾ
അറിയാതെ നമ്മുടെ ചിന്തകളിൽ പലതും കൂടി, അതായത് മറ്റുള്ള വ്യക്തികളിൽ നിന്നോ സാഹചര്യങ്ങളിൽ നിന്നോ നമുക്കില്ലാത്ത കാര്യത്തെ ഓർത്ത് നമ്മൾ നന്ദിയില്ലായ്മ കാണിക്കുമ്പോൾ അവിടെ ഒരു ബ്ലോക്ക് സൃഷ്ടിക്കുന്നുണ്ട്. പലരും പറയും സാമ്പത്തികമായ ചുറ്റുപാട് എനിക്ക് വരുന്നില്ല, ഒന്നും എനിക്ക് ശരിയാകുന്നില്ല. ബ്ലോക്ക് സൃഷ്ടിക്കുന്നത് അവനവൻ തന്നെയാണ്. ബ്ലോക്ക് സൃഷ്ടിക്കുന്നത് ആ പറയുന്ന വ്യക്തി തന്നെയാണ്. അപ്പം നമ്മൾ ഉള്ളിലേക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ എവിടെയാണ് എനിക്ക് തെറ്റുപറ്റിയത് എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് ലഭിക്കും. ഈ പ്രപഞ്ചത്തിന് കുറേ നിയമങ്ങളുണ്ട്, 12ഓളം നിയമങ്ങളുണ്ട്. അതിലൊരു നിയമമാണ് ലോ ഓഫ് അട്രാക്ഷൻ. ഈ 12ഓളം നിയമങ്ങളിൽ 12 നിയമവും നമ്മളൊന്ന് വായിച്ച് മനസ്സിലാക്കി എന്താണെന്ന് അറിഞ്ഞു കഴിയുമ്പോണ്ടല്ലോ, അതിലൂടെയൊക്കെ ഒന്ന് പോകുമ്പോൾ നമ്മുടെ കാര്യം ഓക്കെ ആവും. കാരണം പ്രപഞ്ച നിയമം അനുസരിക്കുമ്പോൾ അതിനനുസരിച്ച് പ്രപഞ്ചം എന്ത് ചെയ്യും? ആ വ്യക്തിയെ കാത്തുകൊള്ളും. അതിന് വയലേഷൻ സംഭവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. നമ്മളെല്ലാവരെയും ഒന്നായി കാണണം, നമ്മളെല്ലാം കണക്റ്റഡ് ആണ്. ആ ഒരു വസ്തുത പലർക്കും അറിയില്ല. അപ്പോൾ അവിടെ വയലേഷൻ സംഭവിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? അതിനനുസരിച്ചുള്ള സമാന പ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ വരികയും നമ്മൾ മുന്നിൽ ഒരുമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. എനിക്കൊരു ദാരിദ്ര്യമാണ്, എനിക്കൊരു നീക്കുപോക്കില്ല, എൻ്റെ ജീവിതം ഇങ്ങനെയായി എന്നൊക്കെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോ ചില കാര്യങ്ങൾ, അതായത് ഒരു രാജ്യത്തിന് പല നിയമങ്ങളും ഉണ്ടാവും. അതും വെട്ടിച്ച് നമുക്ക് നടക്കാം, മനുഷ്യന് നടക്കാം. പക്ഷേ പ്രപഞ്ചിക നിയമങ്ങൾ തെറ്റിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ച് അതിനുള്ള എന്താ പറയുക, അതിനുള്ള സൊല്യൂഷൻ നമ്മൾ തന്നെ കണ്ടെത്തിക്കൊള്ളണം. അല്ലാതെ അവിടെ നമുക്കൊരു ഇതും കിട്ടില്ല. മനസ്സിലാകുന്നുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. നമുക്കവിടെ ഒരു കൺസെഷനൊന്നും കിട്ടില്ല. പാവമല്ലേ, അങ്ങനെയല്ലേ, ഇവള് പാവമല്ലേ, ഇവള് അങ്ങനെ ചെയ്തിരുന്നു എന്നാൽ അവൾക്ക് ഇങ്ങനൊരു കൺസെഷൻ, അങ്ങനെ ഒന്നും കിട്ടില്ല. നിയമത്തിന് മുന്നിൽ ചിലപ്പോൾ നമുക്ക് കൺസെഷൻ കിട്ടിയേക്കാം, പക്ഷെ അത്ര പോലും പ്രപഞ്ചിക നിയമം തെറ്റിച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും ലഭിക്കില്ല. അപ്പോൾ ആ ഒരു ലെവലിൽ പോയാൽ എന്താവും, നമുക്ക് ഈ ഭൂമിയിൽ സന്തോഷത്തോടെയും സമാധാനത്തോടെയും സമൃദ്ധിയോടെയും ജീവിക്കാൻ സാധിക്കും. നിങ്ങളിൽ എത്ര പേർ ലോട്ടറി എടുക്കുന്നുണ്ട്? ഒരുപാട് ലോട്ടറി എടുത്ത് മതിയായി ലോട്ടറിയൊക്കെ എടുത്ത് മടുത്തവരുണ്ടാവും. ചിലപ്പോൾ ലോട്ടറി അടിക്കുന്നവരുണ്ടാവും, ചെറിയ പൈസ അടിക്കുന്നവരുണ്ടാവും, ചില ലക്ഷങ്ങൾ അടിക്കുന്നവർ നമുക്കറിയുന്നില്ല. പക്ഷെ നിങ്ങൾ എത്ര ലോട്ടറി എടുത്താലും ശരി, ഒരു ലോട്ടറിയെങ്കിലും നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അതെപ്പോഴും നിങ്ങൾ വിഷ്വലൈസേഷൻ ചെയ്യണം. ഞാൻ പറയട്ടെ, ഭയങ്കര പവറാണ്. കാരണം എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ ലോട്ടറി എടുക്കാറുണ്ട്. ലോട്ടറി എടുക്കുമ്പോൾ ചെറിയ പൈസകളൊക്കെ എനിക്ക് ലഭിക്കാറുണ്ട്. പക്ഷേ എത്ര പൈസ എൻ്റെ കയ്യിൽ വന്നാലും ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, യൂണിവേഴ്സ്, ഒരു 500 രൂപ കിട്ടിയാലും ഞാൻ പറയും താങ്ക് യു യൂണിവേഴ്സ്. 5 ലക്ഷത്തിൻ്റെ സന്തോഷം ഞാൻ കാണിക്കും. അത് പോണം തന്നെ. എനിക്ക് അതുപോലെ ബുദ്ധിമുട്ടുകൾ ലൈഫിലില്ല. എന്ന് വെച്ചാൽ പൈസയുടേതായ ഒരു ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ ലോട്ടറിൻ്റെ രൂപത്തിലേക്കും കിട്ടുക. അതാണ് നന്ദിയുടെ ഒരു മഹത്വം എന്ന് പറയുന്നത്. നന്ദി എന്ന് പറഞ്ഞാൽ ഇത്രയും പവർഫുള്ളായ ഒരു മാനിഫെസ്റ്റേഷൻ ടൂൾ വേറെയില്ല. എപ്പോഴും പലരും ചെയ്യുന്ന കാര്യം എന്താണെന്നറിയാം, ഇല്ലാത്തതിനെക്കുറിച്ച് ഓർത്താൽ ദുഃഖം, ഉള്ളതിനെ അവിടെ വയ്ക്കും. എന്നിട്ട് ഇല്ല എന്ന് പറഞ്ഞ് നമ്മൾ കരയാണ് ചെയ്യുന്നത്. ഇതിനെപ്പറ്റി അറിവില്ലാത്തൊരു പ്രായത്തിൽ എനിക്കുണ്ടായിരുന്ന ഒരു അവസ്ഥയായിരുന്നു ഇതൊക്കെ. ആരെയും കുറ്റം പറയല്ല. പക്ഷേ ഇതിനെപ്പറ്റി അറിഞ്ഞ ശേഷം പിന്നെ നമ്മൾ അതിൽ നിന്ന് പിന്നോട്ട് നമ്മൾ എന്തിനും, ഒരു ചൂടാണെങ്കിൽ നല്ല ചൂടോടുകൂടി ഇരിക്കുകയാണെങ്കിൽ യൂണിവേഴ്സ് താങ്ക് യു. കാരണം ഒരു ആടുജീവിതം എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ നജീബ് അനുഭവിച്ച വേദനകൾ, നമ്മുടെ ഒക്കെ മാതിരിയുള്ള ഒരു വ്യക്തിയാണ് അവരും. അത്രയും കാലം ഗൾഫിൽ നിന്നിട്ട് ആ മരുഭൂമിയിൽ അനുഭവിച്ചതായ വേദനകൾ ആ വ്യക്തി കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഒരു ഫാനില്ല, നല്ല ആഹാരമില്ല, ചൂടത്ത് അല്ലേ, മരുഭൂമി എന്ന് പറഞ്ഞാൽ എന്ത് ചൂടാ, ആ ചൂടത്ത് ആ ഒരു സഹിച്ച വേദന അത്രയൊന്നും ഇല്ലല്ലോ യൂണിവേഴ്സ്. നമുക്ക് ഇത്രയും കാറ്റെങ്കിലും കിട്ടുന്നില്ലേ, ഫാനെങ്കിലും ഇല്ലേ, ഫാനിൻ്റെ ചുവട്ടിലെങ്കിലും ഇരിക്കാൻ കഴിയുന്നില്ലേ, അതിന് നന്ദി പറയുക. അല്ലാതെ എന്ത് ചൂടാ, ഭയങ്കര ചൂട്, ഇന്ന് ഭയങ്കര ചൂടാ അങ്ങനെ നമ്മൾ പറയാതിരിക്കുക. കാരണം ഈ പ്രപഞ്ചം നമുക്ക് അനുവദിച്ച് തന്നതാണ് ഈ സമയം അല്ലേ. മരങ്ങളൊക്കെ ഒരുപാട് വെട്ടി ഇല്ലാതാക്കി പല കെട്ടിടങ്ങളും വരുമ്പം ചൂട് കൂടും, അത് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ എന്നാലും നമുക്ക് ഈ കാറ്റ് കിട്ടുന്നില്ലേ, ഒരു തണലെങ്കിലും കിട്ടുന്നില്ലേ, അതിന് നമ്മളെപ്പോഴും ഗ്രേറ്റ്ഫുൾ ആയിരിക്കും. എപ്പോഴും എല്ലാത്തിനും നന്ദി പറയും. മഴ പെയ്യുകയാണെങ്കിലും നന്ദി പറയുക, നന്ദിയോടെ നമ്മളെപ്പോഴും ആയിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും മഹത്തായ ഒരു കാര്യം. നിങ്ങൾക്ക് 500 രൂപ അടിക്കേണ്ട കാലത്ത് 5 ലക്ഷം രൂപ തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ ശ്രദ്ധിക്കുക.
നമ്മൾ ചില 12ഓളം നിയമങ്ങളിൽ കുറച്ച് നിയമങ്ങളെ പറ്റി ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും എന്താണ് എങ്ങനെയൊക്കെയാണ് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നുള്ളത്. ആ നിയമങ്ങളിലൂടെ നമ്മൾ പോകുമ്പോൾ നമുക്കെന്താവും മനസ്സിലാവും ഇങ്ങനെയൊന്നും ജീവിച്ചാൽ പോരാ, ഇനി ചേഞ്ച് വരുത്തണം എന്നുള്ളത്. അപ്പോൾ ഈസി ആയിട്ട് ലൈഫിനെ കൊണ്ടുപോകാൻ സാധിക്കും. നമ്മളെപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരെ കാണുമ്പോൾ നമുക്കെന്താണ് ചിലപ്പോൾ അവരുടെ ആ ക്യാരക്ടർ കൊണ്ട് ചിലപ്പോൾ നമുക്കൊരു ദേഷ്യമോ വെറുപ്പോ വരികയാണെങ്കിൽ ആ സമയം തന്നെ അതിനെ യൂണിവേഴ്സുമായിട്ട് നമ്മൾ കണക്റ്റഡ് ആണ്. നമുക്കറിയാം യൂണിവേഴ്സുമായിട്ട് നമ്മുടെ ഉള്ളിലൊക്കെ ഈശ്വരനുണ്ടെന്ന്. അപ്പോൾ ആ ഒരു കണക്ഷൻ നമുക്കുള്ളത് കൊണ്ട് നമ്മൾ ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. ഞാൻ നന്നായി, ഞാൻ നല്ല വ്യക്തിയായി, അല്ലെങ്കിൽ എനിക്ക് ആരോടും വെറുപ്പില്ല, എൻ്റെ ഉള്ളിൽ വെറുപ്പില്ല വിദ്വേഷമില്ല എന്നുള്ള ആരുടെ മുന്നിൽ നമ്മൾ തെളിയിക്കേണ്ട ആവശ്യമില്ല. അത് കാണുന്ന ഒരാളുണ്ട്. ആരാണ്? ദൈവം, അല്ലേ? ഞാൻ പറഞ്ഞില്ല, യൂണിവേഴ്സുമായി നമ്മൾ ഓരോരുത്തരും കണക്റ്റഡാണ്. അപ്പോൾ അത് കാണുന്നത് ഈശ്വരൻ മാത്രമായിരിക്കും. അപ്പോൾ അതിൽ നിന്നുള്ളൊരു പ്രതിഫലം നമുക്ക് ഉറപ്പായി ലഭിക്കും. ഓക്കെ, അപ്പം പ്രതിഫലം തരുന്നത് ഈശ്വരനാണ്. അപ്പോൾ എന്താ ചോദിച്ചാൽ മറ്റുള്ളവർക്ക് നന്മയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. അവർക്ക് എന്തും അവരുടെ ലൈഫിൽ ഉയർച്ച ഉണ്ടാവട്ടെ എന്നും നിങ്ങളിങ്ങനെ പറഞ്ഞു നോക്കൂ. വേറൊരു വ്യക്തിയെ കാണുമ്പോൾ, നിങ്ങൾക്ക് വിദ്വേഷമുള്ള വ്യക്തികളെ കാണുമ്പോൾ പ്രത്യേകിച്ച് അവരുടെ ജീവിതത്തിൽ നന്മയുണ്ടാവട്ടെ, ധാരാളം പണം ഉണ്ടാവട്ടെ, സമ്പത്ത് ഉണ്ടാവട്ടെ, സമൃദ്ധി ഉണ്ടാവട്ടെ, ബ്ലെസ് ചെയ്യുക. നമ്മൾ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്തും മറ്റുള്ള ആൾക്കാരെ നമ്മൾ ബ്ലെസ് ചെയ്യാൻ സമയം കണ്ടെത്തുക. അപ്പോൾ വലിയ മിറാക്കിൾ ലൈഫിൽ നടക്കും. ഒന്ന് ക്ഷമിച്ചാൽ മാത്രം മതി. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മിലേക്ക് ഈശ്വരൻ കൊണ്ടെത്തും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക, കൊണ്ടുപോവുക, ജീവിതം ഹാപ്പി ആയിട്ട് കൊണ്ടുപോവുക, അടിപൊളിയാക്കുക. എന്നാൽ അടുത്തൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് വരും. എല്ലാവരും പ്രാക്ടീസും ചെയ്യുക. ഗ്രാറ്റിറ്റ്യൂഡ് വീണ്ടും പറയുക. എഫർമേഷൻ പറഞ്ഞ് നമ്മളെ എത്രത്തോളം നമ്മൾ പറയുന്നു അത്രത്തോളം നമുക്ക് ആ ഒരു ലെവലിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അപ്പോൾ സാഹചര്യം ഒരുങ്ങും. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.